അപ്പോൾ നമ്മുടെ പാറക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ ഈ ഒരു വ്ളോഗിൽ നമ്മുടെ നില സർവീസിന്റെ എല്ലാ പ്രൊഡക്റ്റിനും ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് കാർട്ടിൽ ചെക്ക് ചെയ്യൂ. ഇങ്ങനെ എല്ലാവരെയും ഒത്ത് എന്താ പറയുക, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ പാർട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ആ ഒരു വ്ളോഗാട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഒരുപാട് നാൾ കാത്തിരുന്നു, ഒരുപാട് ആഗ്രഹത്തോടെ ചെയ്തൊരു ഫംഗ്ഷനാട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് ഇപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനും എനിക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. നമ്മുടെ ഒരു സന്തോഷവും അതേപോലെ തന്നെ കുറേ നാളുകൾ കൊണ്ട് നമ്മുടെ കസിൻസിനെയൊക്കെ കാണാൻ പറ്റി. അതേപോലെ തന്നെ ഇതിന് പുറകിൽ കുറേ പേരുടെ സഹായം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നല്ല രീതിക്ക് തന്നെ വിചാരിച്ചേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ രാവിലെ നമുക്ക് പ്രത്യേകിച്ച് വീട്ടിൽ അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ടെറസിലാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് കേട്ടോ. അത് ഈവനിങ്ങിലാണ്. ഒരു 11 മണിയായപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അതിനുശേഷം നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരൻസും നമ്മുടെ ഫ്രണ്ട്സും ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതായത് നമ്മുടെ സദ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളെല്ലാവരും കൂടി അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ വീണ്ടും എനിക്കൊന്നും കൂടി പറയാൻ തോന്നുന്നത് ഒരുപാട് സന്തോഷമാണ്. ഈ ഒരു വീഡിയോ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണുകയും ചെയ്യാമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അത്ര വലിയ സംഭവം ഒന്നുമല്ലാന്ന്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു എന്താ പറയുക കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ കസിൻസൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നല്ല ഗ്രാൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ടീം പ്രോയൽ എന്ന് പറഞ്ഞിട്ട് പ്രോയൽ ഇവൻറ്റ്സ് ആട്ടോ. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ ടെറഫിൽ വന്നിട്ട് അവരുടെ അറേഞ്ച്മെന്റ്സും ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നന്നാവുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. അവർ നമ്മളെ ശരിക്കും ഞെട്ടിക്കുകയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എഫേർട്ട് അവരിതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നന്നായിട്ടുണ്ടായിരുന്നു. വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു ഈവനിങ് ഒരു 4 മണിക്ക് ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കസിൻസ് ഒക്കെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് സ്നാക്സും അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഒക്കെ വേണം. അപ്പോൾ അവരോട് നമുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തു. അങ്ങനെ നമ്മുടെ കസിൻസ് ഒക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ട്രാവൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ മാതിരി ബേസിക്കലി നമ്മുടെ കസിൻസും റിലേറ്റീവ്സും ഒക്കെ എൻ്റെ ആണെങ്കിലും ചേട്ടൻ്റെ ആണെങ്കിലും ഒക്കെ തൃശ്ശൂരുകാരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ട്രാവൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വണ്ടി അവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോരുത്തർ നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ നമ്മൾ മുന്നേ താമസിച്ചെടുത്ത് എല്ലാവരും വന്നു തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ അങ്ങോട്ട് പൊടി പൊടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം കിട്ടത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. നമ്മുടെ എല്ലാ കസിൻസും എല്ലാ ബന്ധുക്കളൊക്കെ നമ്മുടെ വീട്ടിലെത്തി. ഇനി നമ്മുടെ ഫംഗ്ഷൻ നടക്കുമ്പോഴാണ് നമ്മുടെ ഇവന്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് വീട്ടിലല്ല കേട്ടോ, നമ്മുടെ പാരന്റ്സ്. അതെ, അപ്പൊ നമ്മള് ഒരുങ്ങാൻ പോവാണ്. എല്ലാം സെറ്റാണ്. ഇനി ഡ്രസ് ഒന്നും മാറേണ്ട, ഇറങ്ങിയാൽ മതി. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന്
ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലാറ ബൊട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള ഒരു ഡിസൈനർ ബൊട്ടിക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് കുറച്ചധികം നേരം നിൽക്കേണ്ടതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടും അതേപോലെ നല്ലൊരു ലുക്കായിട്ടും വല്ലാണ്ട് വർക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് നീറ്റ് ആൻഡ് ക്ലാസി ആയിട്ട്, അതുപോലെ തന്നെ പാറുട്ടിക്കും എനിക്കും അമ്മൂട്ടിക്കാണ് അവർ ചെയ്തതെന്ന് പറഞ്ഞത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് താഴെ വെക്കാം. കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഏത് ഫംഗ്ഷൻ ആണെങ്കിലും അവർ നമുക്ക് നല്ല സൂപ്പർബായിട്ട് ഡ്രസ്സ് നമുക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമന്റിൽ വെക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സമയമായപ്പോൾ നമ്മുടെ കസിൻസിനെയൊക്കെ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഫംഗ്ഷൻ നടക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ എല്ലാം സെറ്റായിരുന്നു, എല്ലാ കാര്യങ്ങളും. അതായത് എന്താ പറയുക, ശരിക്കും നല്ലൊരു നല്ലൊരു ലുക്കായിരുന്നു കേട്ടോ മൊത്തത്തിൽ. ആ ഒരു എൻട്രൻസും അതുപോലെ തന്നെ സ്റ്റേജ് ഡെക്കറേഷനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. നമ്മുടെ പാർട്ടീൻ്റെ ഒക്കെ ഒരു ഫോട്ടോ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഫോട്ടോ കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ശരിക്കും വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്ത് രസമായിട്ട് ആ ഫോട്ടോ ഒക്കെ അവർ അറേഞ്ച് ചെയ്താണ്. അപ്പോൾ എന്താ പറയുക, വിചാരിച്ചേക്കാൾ അടിപൊളിയായിട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ പിന്നെ എത്തിയത് കുറച്ച് സമയം ലേറ്റ് ആയി, കാരണം കസിൻസ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ നിന്നപ്പോഴേ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു കേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത് നമ്മൾ ഓൾറെഡി ചെയ്യുന്ന മാതിരി നമ്മുടെ നൂറ് ബേക്സിൽ നിന്നാണ് ഇത്താത്തയാണ്. അപ്പോൾ ഇത്താത്തയ്ക്ക് ഒരുപാട് താങ്ക് യു, കാരണം നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ഫുഡാണ്. ഫുഡിൽ നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഐറ്റംസ് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ എന്താ പറയാ, പല ടൈപ്പ് എന്താ പറയാ ടീകളിൽ തന്നെ പല വെറൈറ്റി കാണുന്നൊക്കെ അതാണ് കേട്ടോ. അപ്പോൾ എനിക്കെല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ തിരക്കിലായിരുന്നു. കാരണം എല്ലാവരെയും നമ്മൾ നോക്കണമല്ലോ വരുന്നവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ കഴിച്ചവരും അതുപോലെ വന്നവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പല ടൈപ്പ് ടീകൾ. അതുപോലെ തന്നെ അവരവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രഷ് ജ്യൂസുകളാട്ടോ അവരോട് സെർവ് ചെയ്തത്. അതുപോലെ മൊഞ്ചിറ്റോ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എക്സ്ട്രാ അതൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. The life. Well, this is Arunima. And this is Nandana. Attention please on behalf of Nilani's family. We welcome Nila and her family to the stage. And we welcome each and everyone in the celebration. We all have gathered here to make this day, the birthday of Nilani, extra memorable. Before we start, dear Nilani, we all wish you on your birthday and whatever. So let's enjoy. So we are here to celebrate your birthday with all spirits. So let's start the occasion. Good evening, everyone. Thank you for coming in this great occasion. So this is I'm the sister of Nilani. So first birthday and let's enjoy it. Thank you.
എല്ലാവർക്കും സുഖമല്ലേ ഇത് നമ്മുടെ ചാനലിൽ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സായം സന്ധ്യയിൽ ഇങ്ങനെ എല്ലാവരെയും ഒത്ത് എന്താ പറയുക, നമ്മുടെ ഒരു കൊറോണ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നത് ഒരുമിച്ച് ഇപ്പോഴാട്ടോ. കാരണം എന്താന്ന് വെച്ചാല് കുറെ ഗ്യാപ്പ് നമുക്ക് വന്നല്ലോ, കുറെ ഫംഗ്ഷൻസിന് പോകാൻ പറ്റാതിരിക്കുകയും അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ വന്ന് ഇപ്പോഴാണ് നമ്മളെല്ലാവരും കാണുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും കാണുന്നത്. അപ്പോ കാണുമ്പോ കുറെ പ്രത്യേകതകളുണ്ട്. ചിലർക്ക് കുട്ടികളായി, ചിലര് മാരീഡായി, കുറെ നമുക്കൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് വ്യത്യാസങ്ങൾ എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും വന്നതിന് ശേഷം കാണുന്ന ഒരു ഫംഗ്ഷൻ. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നീലാനിക്കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നല്ലൊരു വ്യക്തിയായിട്ട് അവള് വളരാൻ വേണ്ടിയിട്ട്. അവിടെ അവളും പറയുന്നുണ്ട്, പറഞ്ഞേ ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യാ. ഓക്കെ, താങ്ക് യു. ലവ് യു ഓൾ പറഞ്ഞേ, ലവ് യു ഓൾ. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററിന് ഹാപ്പി ബർത്ത്ഡേ പറയാൻ ഒരു ഗിഫ്റ്റ് കാണുന്നുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയൊരു സിസ്റ്ററാണ്. അവനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാൻ. ഞങ്ങൾക്ക് ആ ഗിഫ്റ്റ് പൊട്ടിച്ചോക്കണം. പാർക്കുഞ്ഞ പൊട്ടിച്ചോടി, പാർക്കുഞ്ഞ ഉമ്മ കൊടുത്തു കേട്ടോ കറക്റ്റ് ആയിട്ട്. പൊട്ടിച്ചോ ചേച്ചിയൊരു ഗിഫ്റ്റ് എന്തായാലും പൊട്ടിച്ച് കാണണം. എന്താണ് കുഴപ്പമില്ല, ഒരു മിഠായി ആണെങ്കിൽ കുഴപ്പമില്ല. പൊട്ടിക്കറാ പപ്പുവിന്റെ ഗിഫ്റ്റ് ഉണ്ടോ നോട്ടെ. ഈ ഗിഫ്റ്റ് വാങ്ങുമ്പോ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ചാല് ഉണ്ണിയാവ് ഉണ്ടായിട്ട് എന്നേക്കാ കൂടുതല് ഒരു അമ്മയേക്കാ കൂടുതൽ ചേച്ചിയമ്മയായിട്ട് നോക്കിയത് നമ്മുടെ അമ്മൂട്ടിയാണ് കേട്ടോ. ഉണ്ണിയാവ് ഉറങ്ങാണ്ടിരിക്കുമ്പോ രാത്രിയൊക്കെ ഉറങ്ങാണ്ടിരുന്ന് നോക്കിയതും ഒക്കെ. അപ്പൊ അവള് സ്വയം എന്താ പറയാ പൈസ കൂട്ടി വെച്ചിട്ട് അങ്ങനെ മേടിച്ചൊരു ഗിഫ്റ്റാണ്. അപ്പൊ ഒരുപാട് സന്തോഷം ഉണ്ടല്ലേ അമ്മ ഉണ്ണിയാക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ. ഹാപ്പി ബർത്ത്ഡേ. തിരിച്ചു കാണിക്കും, തിരിച്ചു ഡ്രോയിങ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. താങ്ക് യു. നിലാസറത്തില് എന്തെങ്കിലുമൊക്കെ ഒരു ഉയർച്ചയുണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള ഏറ്റവും വലിയ കൈകളാണ് ഈ കാണുന്നത്. അപ്പോ താങ്ക് യു സോ മച്ച്.
ടീം പ്രോയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തത് സമീർ പ്രോയലാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫംഗ്ഷൻസ് ഒക്കേഷൻസ് ഒക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർ ചെയ്തു തരും. ഇവന്റ് നമുക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമന്റിലും വെക്കാം. അപ്പോൾ ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്നത് എൻ്റെ കുംഫു സാറാണ്. ഞാനിപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് ആയി. അപ്പോൾ അതിന് എന്നെ കുറേയധികം സഹായിച്ച സാറാണ് കുംഫു സാർ. അപ്പാപ്പനെ മേടിച്ചോ? അപ്പാപ്പനെ മേടിച്ചോ? അങ്ങനെ ഞങ്ങളും അവസാനം ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, പാറുട്ടി അങ്ങനെ ശല്യമൊന്നും ഉണ്ടാക്കിയില്ല. കാരണം അവൾ ഉച്ചയ്ക്ക് കുറേ നേരം പതിവില്ലാണ്ട് ഉറങ്ങിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കുട്ടിയായിട്ട് ഇരുന്നത്. അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻസ് ഒക്കെ അവസാനിക്കുകയാണ്. എല്ലാവരും അങ്ങനെ പോയി. അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാം ശുഭം. 12 മണി. അപ്പൊ അടിപൊളിയാണ് വിചാരിച്ചേക്കണം. സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.